അതേസമയം കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് ഈഴവ വിരുദ്ധ പാർട്ടിയായി മാറിയെന്നത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നത്. കേരള നിയമസഭയിലെ പ്രതിപക്ഷത്തെ ഈഴവ പ്രാതിനിധ്യം ഒറ്റയാളിൽ മാത്രമായി ഒതുങ്ങുന്നുവെന്നത് തന്നെ ഇതിനുദാഹരണമാണെന്നും ക്രൈസ്തവ സഭയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങിയാണ് അറിയപ്പെടാത്തതും അപ്രസക്തനുമായ ആളെ KPCC പ്രസിഡന്റായി പ്രതിഷ്ഠിച്ചത്. ഇത് കേരളത്തിലെ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനുമായ KPCC പ്രസിഡന്റായിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയ ഘട്ടത്തിൽ കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് തന്നെ വഴിവെക്കുന്ന തീരുമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡുകളിലടക്കം മുന്നാക്കക്കാർ ഭൂരിപക്ഷ അവസരങ്ങളും സ്വന്തമാക്കി വെച്ചിട്ടും സർക്കാരിനെ സ്വാധീനിച്ച് 10% മുന്നാക്ക സംവരണം നേടിയെടുത്തു. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നിയമനം ലഭിച്ചെത്തിയ ഒരാൾക്ക് ഈഴവനാണെന്നതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന ജാതി വിവേചനം നവോത്ഥാന കേരളത്തിന് നാണക്കേടാണ്.